നീതിയായ എൻ്റെ നീതി. മനസ്സിലായോ? നീ ആ പാപം ചെയ്തില്ലേ, ഈ പാപം ചെയ്തില്ലേ? സത്യമാണ്, ആ പാവം ഈ പാവമൊക്കെ ചെയ്തു. എല്ലാം കർത്താവ് ഏറ്റെടുത്തു. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത് എൻ്റെ ഈ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നലെ ചെയ്ത പാവം, ഇന്ന് ചെയ്ത പാവം, ഇനി നാളെ ഞാൻ അറിയാണ്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ എൻ്റെ കർത്താവിൻ്റെ രക്തം അതിന് പരിഹാരമാണ്. മനസ്സിലായോ? പക്ഷെ ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസും അല്ല. സ്തോത്രം. ചെക്ക് പോസ്റ്റ് പിടിക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ രാജാവ് പിടിക്കും. ഇവിടുന്ന് കിട്ടിയോ? ചെക്ക് പോസ്റ്റ് പിടിക്കത്തില്ലെന്നേ ഉള്ളൂ, പിശാചി പിടിക്കത്തില്ലെന്നേ ഉള്ളൂ. കാരണം എൻ്റെ സഭയിലുള്ള ഒരുത്തരെയും പിശാചി പിടിക്കത്തില്ല. കാരണം അവൻ്റെ രാജ്യത്തുനിന്ന് ഞാൻ മാറ്റിക്കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ രാജാവിനെ പ്രസാദപ്പെടുത്തിയില്ലെങ്കിൽ രാജ്യം അവകാശമാക്കത്തില്ല. മനസ്സിലായോ? രക്ഷ വേറെ, ദൈവരാജ്യം അവകാശമാക്കുന്നത് വേറെ. സ്തോത്രം. രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പൊറുമയിൽ കഴിഞ്ഞ കാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് രക്ഷ. ദൈവത്തിന്റെ വചനം റോമലേഖനത്തിൽ പറയുന്ന കാര്യം ഇതാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ അതായത് ദൈവം തന്റെ പൊറുമയിൽ, തന്റെ കൃപയിൽ കഴിഞ്ഞ കാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. തുടർന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചു, അവിടെ ജീവിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കാം. അല്ല എങ്കിൽ നാം തള്ളപ്പെട്ടു പോകാനായിട്ട് ഇടയാകും. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ ഇടയാകും. 7 സഭകളുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം. അവിടെ 7 സഭകളെ നിങ്ങൾക്ക് കാണാം. 7 സഭകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സഭകളെയും അത് റെപ്രസെന്റ് ചെയ്യുകയാണ്. 7 സഭകളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 7 സഭകളോടും 7 സഭകളിലുള്ളവര് ലോകമനുഷ്യരാണോ, അത് രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടവരല്ലേ? ആ 7 സഭകളോടും പറയുന്ന കാര്യമുണ്ട്, ജയിച്ചാൽ നീ അവകാശമാക്കും. മനസ്സിലായോ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ, രക്ഷ വേറെ, ദൈവരാജ്യം അവകാശമാക്കുന്നത് വേറെയാണെന്ന്. മനസ്സിലായോ? ജയിക്കുന്നവന് ഞാന് വെള്ളക്കല്ല് കൊടുക്കും, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ള വസ്ത്രം കൊടുക്കും, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റി കളയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോ രക്ഷ വേറെ, ജയം വേറെ. രക്ഷ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന്, അതായത് പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മളെ കർത്താവ് മാറ്റി. ഇനി ആ ചെക്ക് പോസ്റ്റ് നമ്മളെ തടയത്തില്ല. പക്ഷേ അപ്പുറത്തേക്ക് ചെല്ലുമ്പോ രാജാവ് പറയാണ്, എനിക്കിതിനെ വേണ്ട എന്ന് പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി യേശുവിനെ പ്രീതിപ്പെടുത്തിക്കൊള്ളണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അയച്ച ദൈവ ഇഷ്ടമുണ്ടല്ലോ ഇന്നത് ചെയ്യാൻ, അത് നാം മനസ്സിലാക്കി അതിവിടെ പ്രവർത്തിക്കണം. എങ്കിലേ യേശുവിനെ നാം പ്രീതിപ്പെടുത്തുന്നുള്ളൂ. യേശുവിനെ പ്രീതിപ്പെടുത്താത്തവരെ നമുക്ക് ലിസ്റ്റിൽ കാണാം. 1 താലന്തുകാരന്മാരൊന്നും യേശുവിനെ പ്രീതിപ്പെടുന്നില്ല. അവരെ ഒന്നും മേടിച്ചോണ്ട് അങ്ങനെ തന്നെ ഇരുന്നവരാ, കുഴിച്ചിട്ടവരാ. അവരുടെ ജീവിതം അവർക്ക് വേണ്ടി ജീവിച്ചവരാ, യേശുവിന് വേണ്ടി ജീവിച്ചവരല്ല. അവർക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. Jesus, I give you glory. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്ത. ഇനി സ്റ്റെപ്പ് നമ്പർ 1, കർത്താവ് എന്താണ് അവിടെ ചെയ്തത് നമുക്ക് മനസ്സിലാകും. എബ്രായലേഖനം 10:12. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട്. ശ്രദ്ധിച്ചേ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. ആ ഏകയാഗം കഴിച്ചപ്പോഴാണ് പിശാചിന്റെ കിങ്ഡം ആത്മീയമായി തകർന്നത്. അന്ന് മുതൽ ഓരോരുത്തരായി അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ഡീപ്പറിലേക്ക് പോകും. ഇത് മനസ്സിലാക്കാതെ അതിന്റെ അകത്തേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നന്നായിട്ട് മനസ്സിലാക്കുക. സ്റ്റെപ്പ് നമ്പർ 1 കർത്താവ് ചെയ്തത് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. പിശാചിന്റെ കിങ്ഡം കാൽവരിയിൽ വെച്ച് തകർത്തു കളഞ്ഞു. നമ്മളെല്ലാം അവന്റെ ഉള്ളിലായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പാപത്തിലാണ് അവൻ പിടിച്ചെടുത്തത്. ആ പാപത്തില് പിടിച്ചു. തുടർന്ന് യേശുവിന്റെ രക്തം
നമ്മളുടെ പാപങ്ങളെയൊക്കെ ശുചീകരിച്ചത് കൊണ്ട് നമ്മൾ ആ രാജ്യത്ത് നിന്ന് വെളിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഇനി കൊളോസ്യ ലേഖനം 2:13-15 വായിച്ചു. ആ സംഭവം നമുക്ക് അവിടെ കാണാം. എന്താണ് കാൽവരി ക്രൂശിൽ നടന്നത്? 13 മുതൽ 15 വരെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമ്മളോട് ഇങ്ങനെ വായിച്ചത് നന്നായിരിക്കും. നിങ്ങൾ എല്ലാവരും മലയാളം ബൈബിളിൽ കുത്തും കോമയൊന്നും ഇല്ലാണ്ട് വിട്ടിരിക്കുക. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ഒരു കോമ ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെഴുത്തുകൾ മായ്ച്ച് കോമ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും ആ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമ്മളോട് ക്ഷമിച്ച് കോമ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച്. ഇതേത് കയ്യെഴുത്താണാവോ? പ്രൈസ് ഗോഡ്. ന്യായപ്രമാണം. ജനത്തിന് അറിഞ്ഞുകൂടാൻ സംഭവമാണ്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച്. അതായത് നമ്മളൊരു കുറവ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പിശാച് ദൈവസേനയിൽ ചെന്നിട്ട് എന്താ പറയണേ? കണ്ട ഇതിൽ 7-ാം പ്രമാണപ്രകാരം നിന്റെ മോള് മേരി, നിന്റെ മോൻ 5-ാം പ്രമാണപ്രകാരം എന്ന് പറഞ്ഞ് എന്നോണ്ടിരുന്നേ. പക്ഷെ ആ കാൽവരിയിൽ വെച്ച് ഈ ചട്ടങ്ങളെ എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ച് മായ്ക്ക മാത്രമല്ല, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ന്യായപ്രമാണം വരുവാനുള്ള വാഗ്ദത്ത സന്തതി വരുവോളെ ഉള്ളൂ. അതോടുകൂടി അത് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും പിശാചിന്റെ സേനയെ ആയുധവർഗം വെപ്പിച്ചു. ഏതായിരുന്നു അവന്റെ ആയുധം? പിശാചിന്റെ ആയുധം. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ. ഏതായിരുന്നു പിശാചിന്റെ ആയുധം? പുറലിരിക്കുന്നവർക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. ഏതായിരുന്നു പിശാചിന്റെ ആയുധം? ന്യായപ്രമാണമാണ് പിശാചിന്റെ ആയുധം. മനസ്സിലായോ? അതായിരുന്നു അവന്റെ ആയുധം. ആയുധവർഗം വെപ്പിച്ചു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ആയുധവർഗം വെപ്പിച്ചു. ഇനി എത്ര ആയുധമുണ്ട് പിശാചിന്റെ കയ്യില്? അല്ല, നമ്മള് യുദ്ധത്തിന് പോകുമ്പോ ശത്രുവിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ഇനി അവന്റെ കയ്യില് എത്രയോ ആയുധമുണ്ട്. എത്രയുണ്ട്? വട്ടപൂജ്യം ഒന്നുമില്ല. ഇവൻ ആ വട്ടപൂജ്യം ആയുധമുള്ളവനാണ് നമ്മളെ വിറപ്പിക്കണം. മനസ്സിലായോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഉപവസിപ്പിക്കണ അവനാ, അല്ലേ? ശരിയല്ലേ? സ്തോത്രം. വ്യക്തമായിട്ട് അവനെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ, നമ്മുടെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം, പിശാച് ആരാണെന്നും അവന്റെ എന്തൊക്കെ സൂത്രപ്പണികൾ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മൾ ജയം പ്രാപിക്കുവാനായിട്ട് ഇടയാകും. സ്തോത്രം. ആയുധവർഗം വെപ്പിച്ച് താഴേക്ക്. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. അതായത് മരണത്തിന്റെ അധികാരിക്ക് അവനായിരുന്നു, പിശാചായിരുന്നു. പക്ഷെ ഈ അധികാരമൊക്കെ ആ ക്രൂശിൽ വെച്ച് കർത്താവിന്റെ കയ്യിൽ എത്തി. മനസ്സിലായോ? തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇപ്പൊ നമ്മളൊരു പുല്ല് അവിടെ ഉണ്ട്. ആ പുല്ലൊരു മമ്മട്ടി എടുത്ത് കോരി അങ്ങ് നീക്കുന്നത് പോലെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ വെളിപ്പാട് പുസ്തകം പറയുകയാണ്, ഇപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ക്രിസ്തു പറയുന്ന കാര്യമാ ഇത്. ഇപ്പൊ എന്റെ കൈവശം ഉണ്ട്. അങ്ങനെ അധികാരം വാങ്ങിച്ച് നേരെ എങ്ങോട്ടാ കടന്നു വന്നെന്നറിയാമോ? വായിച്ച എഫെസ്യ ലേഖനം 4:8-10. 8 മുതൽ 10 വരെ.
അവൻ ബന്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ആരെ പിടിച്ചേ? ബന്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ബന്ധന്മാരെ പിടിച്ചു താഴേക്ക് എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനെ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവൻ അധികാരം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി. സ്തോത്രം. അധികാരം കാൽവരി ക്രൂശിൽ വെച്ച് എവിടെ വെച്ച പിശാചിനെ മാറ്റിയേ? തന്റെ മരണത്താൽ. അവസാന വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ മരിക്കുമ്പോ? പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഭാരമേൽപ്പിക്കുന്നു. മനസ്സിലായോ? കയറിയവൻ. സ്തോത്രം. വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സ്പിരിറ്റ് സോൾ ബോഡി സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചാലേ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, സോൾ എങ്ങോട്ട് പോകുന്നു, ബോഡി എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോ ആ പോയിന്റിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്പിരിറ്റ് സോൾ ബോഡിയെ കുറിച്ചുള്ള പ്രാഥമിക ക്ലാസ് അറിവില്ലാത്തവർ കൺഫ്യൂഷൻ ആയി തീരും. നമ്മളത് എടുക്കാൻ സമയമുണ്ടെങ്കിൽ എടുക്കും, തുടർന്ന് അത് മനസ്സിലാക്കാം. ഇവിടെ കർത്താവ് പറയുന്നത് സോളിനെ കുറിച്ചല്ല, ബോഡിയെ കുറിച്ചല്ല. പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇവിടെ പറയാണ് കയറിയവൻ. ഇറങ്ങിയവൻ അതിനു മുമ്പ് കയറിയിട്ടുണ്ട്. ആദ്യം മുതൽ താഴേക്കൊന്നത് വായിച്ചു. ഇപ്പൊ വായിച്ചു തന്നെ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ബന്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ശ്രദ്ധിച്ചോളൂ നിങ്ങളെ. ഉയരത്തിൽ കയറി അവർക്ക് ബന്ധന്മാര്. പ്രൈസ് ഗോഡ്. ഈ പാർട്ടി കിടക്കുന്നില്ലേ? ഇവരാണ്. അതായത് നമ്മൾ അവിടെ ചിലരെ ധനവാന്റെ ലാസറിന്റെ ഒക്കെ ആ കഥ കർത്താവ് പറയുന്നുണ്ട്. ധനവാൻ അങ്ങ് യാതന സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ കുറച്ച് മുകളിലായിട്ട് ദൂരെ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. ഇതെല്ലാം ഇത് പാതാള പർദീസയാണ്. പാതാള പർദീസയാണ്. ഈ സമയത്ത് ഇതിന്റെ താക്കോൽ ഇരിക്കുന്നത് പിശാചിന്റെ കയ്യിലാണ്. ഇവരവിടെ ആണെങ്കിൽ പോലും പിശാചിന്റെ കയ്യിലാ താക്കോല്. ഇതൊരു PDC കൊടുത്ത പോലെ ആയുള്ളൂ. PDC വെച്ചാൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ചെക്ക് ക്യാഷ് ആയിട്ടില്ല ഇതുവരെ. യേശുവിന്റെ മരണ ദിവസമാണ് ആ ചെക്ക് ക്യാഷ് ആകുന്നത്. മനസ്സിലായോ? ഇവര് കഴിച്ച യാഗങ്ങൾ മുഴുവൻ ഒരു പാവപരിഹാര യാഗം നടത്തി. ആ ഒരു PDC കൊടുത്ത പോലെ, PDC പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്ത പോലെ. പൈസ ഇപ്പൊ ഇല്ല, പക്ഷെ പൈസ കിട്ടും എന്നുള്ളതിനൊരു ഉറപ്പാ എഴുതി കൊടുക്കുകയാണ്. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ആ കാൽവരി യാഗത്തിൽ ആ ചെക്ക് ഹോണറായി. അപ്പോ ബന്ധന്മാരെ എല്ലാം ഇവിടുന്ന് അബ്രഹാം മുതൽ സകലരെയും, പാപികളെ അല്ല, ധനവാന്റെ ആ പട്ടികയിലുള്ളവരല്ല, ആ അബ്രഹാം കിടന്ന ആ ലെവലിലുള്ളവരെ മുഴുവൻ പാതാള പർദീസയിൽ നിന്ന് അവരെ കൊണ്ടുപോവുകയാണ്. താഴേക്ക് വായിച്ചു. പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു.